കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു തിരുവനന്തപുരം പോകുക എന്നുള്ളതും അവിടുത്തെ കാഴ്ചകൾ കാണുക എന്നുള്ളതും. പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമായിരുന്നു കേട്ടോ തിരുവനന്തപുരം പോകുക എന്നുള്ളത്. അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിനായിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ആ കല്യാണം കൂടാൻ പറ്റി. പിന്നെ അവിടുത്തെ കല്യാണത്തിൻ്റെ സദ്യയൊക്കെ കഴിക്കാൻ പറ്റി. ബോളിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണത്. അത് ഈ തിരുവനന്തപുരക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണല്ലോ. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ഞങ്ങൾ പോയത് കോവളം ബീച്ചിലേക്കായിരുന്നു. അവിടുത്തെ കാഴ്ചകളും അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ചുറ്റുഭാഗം കാണാനായിട്ടും നല്ല ഭംഗിയായിരുന്നു. കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ പോയത് ആഴിമലയിലേക്കാണ്. അവിടെ ഒരു ശിവൻ്റെ വലിയൊരു പ്രതിമയുണ്ട്, അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ട്രെയിൻ അന്ന് നൈറ്റ് തന്നെയായിരുന്നു. അപ്പോൾ പോകാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രമൊന്നും അവിടെ ചെന്നിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. കൊന്നോളം ആഗ്രഹിക്കുമ്പോഴാണ് കുന്നിക്കുരുവോളം കിട്ടുക എന്നുള്ളത് എത്ര സത്യമാണല്ലേ. ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് തിരുവനന്തപുരം പോകുക എന്നുള്ളത്. പക്ഷേ അത് മുഴുവനായിട്ട് അവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും അത് കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ.